ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല കിളിമീൻ മാങ്ങ ഇട്ട് വെച്ച കറിയാണ്. നല്ല കുറിയ ചാറോടുകൂടിയാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മീനിട്ട് വെച്ച മാങ്ങാക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിനായിട്ട് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിളിമീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1 കിലോ കിളിമീൻ ഞാൻ വൃത്തിയാക്കി അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു പാനിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഞാൻ നല്ല കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി അതുപോലെ നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഞെരടി ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി ഞെരടി എടുക്കണം. നമ്മൾ മാങ്ങയാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വിനാഗിരി ഈ മാങ്ങ കൂടാതെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അരപ്പിന്. ബാക്കി ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മാങ്ങ പൊടിഞ്ഞു പോകാതെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കിതിനും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ അതിൻ്റെ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുത്ത ഈ മാങ്ങായും അരപ്പും എല്ലാം കൂടെ നമുക്കൊന്ന് അടുപ്പയിലോട്ട് വെക്കാം. ഈ മാങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അടച്ചിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീനിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് മീനൊന്ന് നമുക്ക് വെന്തെടുക്കാം. നമുക്ക് ഈ മീൻ കറി ഒന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് തേങ്ങയുടെ പാലെടുത്തപ്പോൾ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു നുള്ളും മഞ്ഞളും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കൊഴുപ്പ് മീൻ കറിക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് ഒരു താളിപ്പും കൂടെ കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കടുകല്ല ഇടുന്നത്. ഒരു നുള്ളു ഉലുവായിട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉള്ളിയും കറിവേപ്പില എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോണ്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. മീൻകറി ഒന്ന് നോക്കാം. നല്ല കുറിയ ചാറോടുകൂടി കറി റെഡി ആയിരിക്കുകയാണ്. മാങ്ങായും വിനീഗറും ഒക്കെ കൂടെ ചേർന്നപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്.
എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.